ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISLലെ ആദ്യ മത്സരത്തിന് വേണ്ടി നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ മോഹൻ ബഗാനാണ്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടി ഇന്നലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അംഗങ്ങൾ കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തിരുന്നു. ഏതായാലും പുതിയ ഒരു സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 വിശകലനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തുകൾ എന്തൊക്കെയാണ്, ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ എത്രാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും, അത്തരത്തിലുള്ള ഒരു പ്രഡിക്ഷനൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തായിക്കൊണ്ട് പലരും വിലയിരുത്തുന്നത് ആരാധകരെ തന്നെയാണ്. അതായത് മറ്റു പ്രത്യേകിച്ച് കരുത്തുകൾ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല. ISLൽ ഏറ്റവും കൂടുതൽ പാഷനുള്ള ആരാധകർ അത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഉള്ളത്. മാത്രമല്ല കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും കളിക്കുന്നത്. പതിവ് പോലെ വലിയ ഒരു ആരാധക പിന്തുണ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഹോം മത്സരങ്ങളും അവിടുത്തെ ആരാധകരുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു കരുത്തായിക്കൊണ്ട് പലരും വിശകലനം ചെയ്തിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദൗർബല്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്ലബിനകത്ത് ഉണ്ടായിരുന്ന 6 മികച്ച വിദേശ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം 5 വിദേശ താരങ്ങളെ കൊണ്ടുവന്നു. പക്ഷേ ഈ 5 വിദേശ താരങ്ങളും ഹൈ കാലിബർ ഉള്ള താരങ്ങൾ അല്ല, ഒരു ആവറേജ് താരങ്ങൾ മാത്രമാണ്. മാത്രമല്ല പുതിയ വിദേശ താരങ്ങളായതുകൊണ്ട് തന്നെ ISLുമായി അഡാപ്റ്റ് ആവാൻ അവർക്ക് സമയമെടുക്കും. അതും ഒരു പ്രശ്നമാണ്. കൂടാതെ മറ്റൊരു ദൗർബല്യം അത് റൈറ്റ് ബാക്ക് പൊസിഷനാണ്. അമേർ റണവാഡെ പോയതോടുകൂടി റൈറ്റ് ബാക്ക് പൊസിഷനിൽ മികച്ച താരങ്ങളുടെ അഭാവം അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട താരങ്ങളാണ്. അതായത് ഒന്ന് മലയാളി താരമായ വിപിൻ മോഹനനാണ്. അഡ്രിയാൻ ലൂണ ക്ലബ്ബ് വിട്ടതുകൊണ്ട് തന്നെ മധ്യനിരയിൽ വിപിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈവരികയാണ്. കൂടാതെ റിസർവ് ടീമിൽ നിന്നും പ്രമോഷൻ ലഭിച്ച എബിൻ ദാസ്, ജഗന്നാഥ്, അജിസൽ എന്നിവരെ സംബന്ധിച്ചിടത്തോളവും ഇത് നല്ലൊരു അവസരമാണ്. ടീമിനകത്ത് തിളങ്ങാനും നിലയുറപ്പിക്കാനുമുള്ള ഒരു മികച്ച അവസരമാണ് ഈ താരങ്ങൾക്ക് കൈവന്നിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അലട്ടുന്ന ഭീഷണി അത് ആദ്യ മത്സരം തന്നെയാണ്. ഏറ്റവും കരുത്തരായ മോഹൻ ബഗാനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരത്തിൽ നേരിടേണ്ടി വരുന്നത്. അതിനുശേഷം 3 ഹോം മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വരുന്നു. ആ 3 മത്സരങ്ങളിൽ കാലിടറി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പിന്നീടൊരു തിരിച്ചുവരവ് അസാധ്യമാകും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണിയായിക്കൊണ്ട് വരുന്നത്. ഇനി പ്രഡിക്ഷൻ അതാണ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അതായത് ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ എത്രാമതായിരിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. പല മാധ്യമങ്ങളും വിലയിരുത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ വലിയ ഒരു സാധ്യതയൊന്നും ഇല്ല എന്നുള്ളതാണ്. ആരും വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നില്ല. ESPN ഇന്ത്യ പ്രഡിക്റ്റ് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ബോട്ടം ഹാഫിൽ ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ്. അതായത് താഴേക്കിടയിൽ ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു ജേർണലിസ്റ്റായ തനയ് ആപ്തെ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്നാണ്. അതായത് വലിയ സാധ്യതകൾ ആരും തന്നെ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നില്ല. അതായത് പോയിന്റ് പട്ടികയുടെ മധ്യത്തിലോ അതല്ലെങ്കിൽ പിറകിലോ ആയിക്കൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഫിനിഷ് ചെയ്യുക എന്നാണ് ഇവരെല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.